ഏത് രാജ്യത്ത് പോയാലും ഏത് ഉച്ചകോടിക്ക് പോയാലും അവിടെ താരമാണ് നമ്മുടെ പ്രധാനമന്ത്രി. നമ്മുടെ പ്രധാനമന്ത്രിയെ കാണാനും പ്രധാനമന്ത്രിക്ക് കൈ കൊടുക്കാനും പ്രധാനമന്ത്രിയുമായി പല ഡീലുകൾ ഉറപ്പിക്കാനുമായി വ്യാപാരികൾ, വ്യവസായികൾ, എന്തിനു പറയുന്നു, രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ നേതാക്കന്മാരെല്ലാം തന്നെ ക്യൂവിൽ നിൽക്കുകയാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ദൃശ്യങ്ങൾ തന്നെ നമ്മളെല്ലാവരും കാണുന്നതാണ്. പ്രധാനമന്ത്രി പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും അദ്ദേഹത്തിന് ലഭിക്കുന്ന വരവേൽപ്പ് അത്ര ഗംഭീരമാണ് എന്നുള്ളതാണ്. എന്നാൽ ഇത് ചൈനയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ചൈനയും ബ്രസീലും ഒരു കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ബ്രസീൽ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയോട് കാണിക്കുന്ന അകമഴിഞ്ഞ ബഹുമാനവും സ്നേഹവും കണ്ട് ചൈന ഇപ്പോൾ ബ്രസീലിനോട് പിണങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത്. അടുത്ത മാസം ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പങ്കെടുക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സംഭവിച്ചാൽ 12 വർഷം മുമ്പ് അധികാരമേറ്റതിനു ശേഷം ജിൻപിങ് ആദ്യമായി ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. ഹോങ്കോങ് ആസ്ഥാനമായിട്ടുള്ള ചൈന മോർണിംഗ് പോസ്റ്റിൻ്റെ റിപ്പോർട്ടാണ് ഇത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഷീ ജിൻപിങ് പങ്കെടുക്കില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബ്രസീൽ അത്താഴ വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മോദി ഞങ്ങളുടെ കൂടെ വന്ന് ഭക്ഷണം കഴിക്കണം എന്നാണ് ബ്രസീൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത്രയും കൊല്ലമായിട്ട് ഷീ ജിൻപിങ്ങിനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടില്ല. അപ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഷീ ജിൻപിങ്ങിന് ദേഷ്യം വരാൻ വേറൊരു കാര്യവും വേണ്ട. എന്തായാലും ഈ മോദിക്ക് ലഭിക്കുന്ന ഈ ബഹുമതിയിൽ ചൈന അസ്വസ്ഥരാണ്. ജൂലൈ 6-7 തീയതികളിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കാനിരിക്കുകയാണ്. ഷീ ജിൻപിങ്ങിന് പകരം ചൈനീസ് പ്രധാനമന്ത്രി ലീ കെക്വിയാങ് അതിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സമയത്ത് പ്രധാനമന്ത്രി മോദിക്കായി ഒരു പ്രൈവറ്റ് അത്താഴ വിരുന്ന് ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഉച്ചകോടിക്ക് ശേഷം ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ പ്രധാനമന്ത്രി മോദിയുമായി ഒരു സംസ്ഥാന അത്താഴം സംഘടിപ്പിക്കുന്നതിൽ ചൈന അസ്വസ്ഥരാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ബ്രിക്സ് ഉച്ചകോടിയുടെ ഷെഡ്യൂൾ ഇഷ്ടമല്ലെന്ന് ന്യായീകരിച്ച് അവർ ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.